Dear friends, welcome back to Cambits channel. Thank you very much for your support. Dear friends, നമ്മൾ കെമിക്കൽസ് ഒക്കെ പർച്ചേസ് ചെയ്തല്ലോ. ഇന്ന് നമ്മളൊരു ചെറിയ എക്സ്പെരിമെൻ്റാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്, അതായത് സോളിബിലിറ്റി. ഇന്ന് നമ്മൾ 3 സോൾട്ടുകളാണ്, അമോണിയം ക്ലോറൈഡ്, ലെഡ് നൈട്രേറ്റ്, അതുപോലെ കാൽഷ്യം കാർബണേറ്റ്. ഇതാണ് സോളിബിലിറ്റി ടെസ്റ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. ആദ്യമായി ടെസ്റ്റ് ട്യൂബിലേക്ക് ഏകദേശം 1 ml വാട്ടർ ആഡ് ചെയ്യുന്നു. അമോണിയം ക്ലോറൈഡ് സോൾട്ടിൽ നിന്ന് മിനിമം ക്വാണ്ടിറ്റി സോൾട്ട് ഏറ്റവും ചെറിയ അളവിൽ അതിലേക്ക് ആഡ് ചെയ്യുന്നു. സോൾട്ട് ടെസ്റ്റ് ട്യൂബിൻ്റെ സൈഡിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ചരിച്ച് അതിനെ കൂടെ സൊല്യൂഷനിലേക്ക് ആക്കുന്നു. നമുക്ക് കാണാം അത് കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ചെയ്തു. സോ അമോണിയം ക്ലോറൈഡ് ഈസ് കംപ്ലീറ്റ്ലി സോലിബിൾ ഇൻ വാട്ടർ. അടുത്തതായി ലെഡ് നൈട്രേറ്റ് ആണ്. അത്രയും തന്നെ വാട്ടർ എടുക്കുന്നു, ലെഡ് നൈട്രേറ്റ് അതിലേക്ക് ആഡ് ചെയ്യുന്നു. ഇവിടെ ലെഡ് നൈട്രേറ്റ് ഒരു ചെറിയ ക്രിസ്റ്റൽ അവിടെ അവശേഷിക്കുന്നത് കാണാം. നന്നായിട്ട് ഷേക്ക് ചെയ്യുമ്പോഴേക്ക് അതും ഡിസോൾവ് ചെയ്ത് അല്പം സമയമെടുത്താണെങ്കിലും അത് കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ചെയ്തിട്ട് നമുക്ക് ഒരു ക്ലിയർ സൊല്യൂഷൻ കിട്ടുന്നു. സോ ലെഡ് നൈട്രേറ്റ് ഈസ് ഓൾസോ സോലിബിൾ ഇൻ വാട്ടർ. പക്ഷേ അമോണിയം ക്ലോറൈഡ് അത്രയും സോലിബിൾ അല്ല, കുറച്ചുകൂടെ സമയമെടുക്കുന്നു. അടുത്തതായി നമ്മൾ കാൽഷ്യം കാർബണേറ്റ് ആണ്. കാൽഷ്യം കാർബണേറ്റ് എടുത്ത് അതിനെയും നമ്മൾ മിനിമം ക്വാണ്ടിറ്റി സോൾവെൻറ്റിൻ്റെ ക്വാണ്ടിറ്റിയും ആദ്യത്തെ പോലെ തന്നെ 1 ml എടുക്കുന്നു. അതിലേക്ക് കാൽഷ്യം കാർബണേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ കാണാം സബ്സ്റ്റൻസ് ഇൻസോലിബിളാണ്. നമുക്ക് ക്ലിയർ സൊല്യൂഷൻ കിട്ടുന്നതിന് പകരം ഒരു ടെർബിഡായിട്ടുള്ള ഒരു സൊല്യൂഷനാണ് കിട്ടുന്നത്. സോ അമോണിയം ക്ലോറൈഡ് ഈസ് കംപ്ലീറ്റ്ലി സോലിബിൾ ഇൻ വാട്ടർ. Lead nitrate is also completely soluble, but the solubility is somewhat less than that of ammonium chloride. Calcium carbonate is insoluble. ഇവിടെ നമ്മൾ തിരഞ്ഞെടുത്ത അമോണിയം ക്ലോറൈഡ്, ലെഡ് നൈട്രേറ്റ്, കാൽഷ്യം കാർബണേറ്റ്, ഇത് മൂന്നും സോലിബിലിറ്റി എങ്ങനെ ഡിഫർ ചെയ്യുന്നു എന്നറിയാനായിട്ട് നമ്മൾ ഒരേ ക്വാണ്ടിറ്റി വാട്ടറിലാണ് ഏകദേശം ഒരേ ക്വാണ്ടിറ്റി സോൾട്ട് തന്നെ. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സോളിബിലിറ്റി ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് മിനിമം ക്വാണ്ടിറ്റി നമ്മൾ അനാലിസിസ് ചെയ്യുമ്പോൾ മിനിമം ക്വാണ്ടിറ്റി സോൾവെൻ്റ് എടുക്കുക, അതിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ സൊല്യൂട്ട് ഇടുക. ഈ എടുത്ത ക്വാണ്ടിറ്റി സോൾവെൻറ്റിൽ നമ്മൾ വളരെ കൂടുതൽ സോൾട്ട് ഇട്ട് കഴിഞ്ഞാൽ സോലിബിൾ സോൾട്ട് ആണെങ്കിലും അത് ഇൻസോലിബിൾ ആണെന്ന് തോന്നും. അതുകൊണ്ട് എപ്പോഴും സൊല്യൂട്ടിൻ്റെ അളവ് മിനിമം ആക്കി സോളിബിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.